ഞങ്ങൾ 5 പേരാ തിക് ഫ്രണ്ട്സ്. അമയ, പ്രിൻസ്, പിന്നെ മീനു, മൂർത്തി. ഒരാൾ ഡോക്ടറും മറ്റേ സൈക്കോളജിസ്റ്റോ. അവർ രണ്ടുപേരും എൻഗേജ്ഡാ. അപ്പൊ ആറാമത്തെ ആറാമത്തെ ഇപ്പോ ശ്രേയും കൂടെ വരുമ്പോ ശ്രേയും. ഫ്രണ്ട്ഷിപ്പ് മാത്രം മതിയോ? പോരാ. എന്തുപറ്റി? ഐ വോണ്ട് ടു ടെൽ യു സംതിങ് ഇമ്പോർട്ടന്റ്. ശ്രേയ പറയുന്നതല്ല എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പറ. ഞാനൊരിക്കൽ എൻഗേജ്ഡ് ആയതാണ്. ആളൊരു അഡ്വക്കേറ്റ് ആയിരുന്നു. ഞങ്ങൾ ആക്സിഡന്റിൽ കണ്ട് പരിചയമായി ഇഷ്ടപ്പെട്ടതാ. വീട്ടുകാരെല്ലാവരും ചേർന്ന് ആലോചിച്ചിട്ട് തന്നെ എൻഗേജ്മെന്റ് നടത്തി. പക്ഷേ എന്താ ഹരി കാണണമെന്ന് പറഞ്ഞേ? You are a cheat. ഭാഗ്യം എൻഗേജ്മെന്റ് അല്ലേ കഴിഞ്ഞോളൂ. What do you mean? I mean what I said. നീ കോളേജ് ഭയങ്കര ഫ്ലേർട്ടിംഗ് ആയിരുന്നല്ലേ, കുറെ വിലസി. What? വെർജിൻ അല്ലല്ലോ. അനാവശ്യം പറയരുത്. നിർത്തടി. ഈ ഷോയൊന്നും എന്നോട് വേണ്ട. എന്റെ തലയെ കെട്ടി വെക്കാൻ നോക്കിയിട്ട് നിനക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ കുറ്റം. പരിചയപ്പെടണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ചിലപ്പോ തെറ്റുപറ്റാം, പക്ഷെ എൻ്റെ അമ്മയ്ക്ക് തെറ്റുപറ്റില്ല. ആ ചേട്ടാ, സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, ഞാൻ എത്തിച്ചേക്കാം. ശരി. ആ താനോ? വെൽക്കം ടു മൈ ഓഫീസ്. താങ്ക് യു. നൗ യുവർ ഓഫീസ് ടു. എല്ലാം നോക്കിയും കണ്ടും പഠിച്ചോ. ഞാനോ? പിന്നെ താൻ MBA കാരില്ലേ, തനിക്ക് എളുപ്പത്തിൽ പഠിക്കാടോ. എടാ അതെ, ഞാൻ 2 ദിവസത്തേക്ക് നാട്ടിലുണ്ടാവില്ല. താൻ വന്നേ, ഞാൻ പറയാം. അതെന്താ ഇവിടെ ഉണ്ടാവാത്തെ? മീനുവിന്റെയും മൂർത്തിയുടെയും കല്യാണം തമിഴ്നാട് വൈദീശ്വരൻ കോവിൽ വെച്ച്. വൈദീശ്വരൻ കോവിലോ? അതെവിടെയാ? വൈദീശ്വരനല്ല, വൈദീശ്വരൻ. അത് തഞ്ചാവൂരിനടുത്ത്. മൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറിന്റെ നാട് അവിടെ. വിവാഹം അവിടെ വെച്ച് നടത്തുന്ന പേരൻസിന് ഒരേ നിർബന്ധം. വരുന്നു. എനിക്ക് 2 എക്സാം കൂടെ ബാക്കിയുണ്ട്. ഓ, നല്ല ടഫാ. കുത്തിയിരുന്ന് പഠിക്കണം. അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു തന്നെ ഞാനും വരുന്നുണ്ടെന്ന്. ഹലോ. ആ, ഒരു സെക്കൻഡ്.